ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പം എന്താ രാവിലെ തന്നെ എനിക്ക് ഒരു കോൾ വന്നിരുന്ന ഒരു കൊറിയർ സർവീസിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് അയച്ചെന്നൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഇവ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇവക്കും ബേബിക്കും വേണ്ടിയിട്ട് നമുക്കൊരു ഗിഫ്റ്റ്, നമ്മളെ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ടീം ആദ്യമായിട്ട് ഗിഫ്റ്റ് അയച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലുണ്ട്. അവരെന്തൊക്കെ അയച്ചിട്ടുണ്ട്, എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പോൾ ഞാനത് കളക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, ഞാൻ ഒറ്റക്കാണ്, ഇവനെ കൂട്ടിയില്ല. അപ്പോൾ നമുക്ക് കളക്ട് ചെയ്യാത്. ഗൈസ് നോക്ക്, ഒരാള് മറ്റേ സൈഡിൽ കൂടെ ഒക്കെ നമ്മളെ എലി തോരണ്ടൂലേ, അതേമാതിരി തോരണ്ടിട്ടൊക്കെ നോക്ക് എന്താ സാധനം എന്നുള്ളത്. കണ്ടോ, നിന്റെ കൈമെന്ന് എന്തൊക്കെ കാണുന്നുണ്ടതാ. ഇത് നിന്റെ കൈമെന്ന് അറിയാണ്ട് പൊട്ടിപ്പോയതാ ഗൈസ്. ഞാനത് പിടിച്ച് വലിക്കുമ്പോൾ അവിടെ പിടിച്ചപ്പോൾ അങ്ങോട്ട് പോകുന്നതാ. പക്ഷെ നല്ല പാക്കിങ്ങിലൊക്കെ അയച്ചു തന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബേബിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ്, അവൾക്കും ബേബിക്കും വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ടാണ് നമുക്കൊരു ടീം അയച്ചത്. കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ് അയച്ചത്. ബാക്കി നമുക്ക് എന്താക്കാം, അൺബോക്സ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടല്ലേ. നമുക്ക് പോലെ അൺബോക്സിങ്ങിലേക്ക് ഐസ്. അപ്പം നമ്മളിങ്ങനെ പെട്ടി പൊട്ടിക്കുകയാണ്. നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാം. ഇവങ്ങനെ ആകാംക്ഷയോടെ പൊട്ടിക്കുന്നുണ്ട്. ദിവസമായി ഞാൻ കാത്തിക്കുന്നത്. എൻ്റെ പണ്ട് നമ്മളെ ഗൾഫിൽ നിന്ന് വാപ്പൊക്കെ വരുമ്പോൾ പെട്ടി പൊട്ടിക്കലല്ലേ, ഗൾഫിൽ നിന്ന് ആരും വരുമ്പോൾ നമ്മൾ പെട്ടി പൊട്ടിക്കുക. നമ്മൾ പൊട്ടിക്കാൻ പോകാൻ ഗൈസ്. പൊട്ടുന്നില്ലല്ലോ ഗൈസ്. അപ്പൊ നമ്മളെ എന്താ പറയാ, പെട്ടി പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് എടുക്കാൻ പോലെ. ഇപ്പൊ ഫസ്റ്റ് കാര്യം പറയട്ടെ, ഫസ്റ്റ് സാധനം എടുക്കട്ടെ. ഇനി ഇത് പൊട്ടിച്ചാ തിരിഞ്ഞു വയ്ക്കോ അറിയില്ല. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട് ട്രീന്. പച്ച സാധനം ഇതാ ബാസ്കറ്റ് അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട് ട്രീന്. വെയിറ്റ് എന്താണെന്നറിയോ? ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഗൈസ്. കണ്ടോ, ഫസ്റ്റ് വൺ ബാസ്കറ്റ് അല്ല ഇവ കിട്ടിയത്. അടുത്തത് ഇത് നമ്മളെ ബേബിനെ ഇങ്ങനെ കിടത്തിയിട്ടുള്ള സാധനം. എന്താന്ന് ആർക്കറിയോ? നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നോരോന്ന് സൈഡ് ആക്കട്ടെ. അതെ, ഇത് മറ്റേ സാധ്യത പെട്ടി താഴോട്ടെ. ഫസ്റ്റ് വന്നത് എന്താ പറയാ, ചെറിയ കുഞ്ഞി ബാസ്കറ്റ്. അതിനുള്ളിൽ എന്തൊക്കെ സാധനം നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇത് നമ്മളെ ബേബിനെ കിടത്തുന്നത് കേട്ടോ അല്ലെ. അത് നൈസ് ആയിക്കേ. എനിക്കിതൊക്കെ കണ്ടിട്ടില്ലേ, കിടക്കാൻ മുതിയാ. നൈസ് ആയിക്കേ, തലയിൽ വെക്കാനുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ അല്ലേ. അപ്പൊ നെക്സ്റ്റ് എടുത്താൽ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. അല്ല, അത് ടൈറ്റ് ആക്കുന്നൊക്കെ. അല്ലല്ല, ഇങ്ങനെ നിവർത്തി വെക്കണമെങ്കിൽ അതന്നെ, ലൂസ് ആക്കാനും ടൈറ്റ് ആക്കാനും. ബെഡ് മൈരി ഇടാ. മറ്റേ ഇങ്ങനെ കൊട്ട മൈരി വെക്കാം. അതെ. അപ്പൊ നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടിയത്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഓരോന്നായിട്ട് ചെയ്യാം. അടുത്തെടുക്കല്ലേ? അടുത്ത് ഇതെന്താ? എന്താ അത്? മറ്റേ ഇതടി, നമ്മളെ കൊതുകിന്റെ വലയൊക്കെ അല്ലേ ബേബിനെ കിടക്കുന്ന ആ സാധനം. കഴിക്കട്ടെ. കഴിച്ചോ. ഈ സാധനം. അയ്യോ, ഇതിലുണ്ടൊരു പില്ലോ. കൊറേ പില്ലോ ഉണ്ടല്ലോ. അപ്പൊ നല്ല രസായി. അതെ, നല്ല ക്യൂട്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാം. എന്താ? ഓ വാവോ, നമ്മളെ ബേബിനെ എന്താ പറയാ അല്ലെ. ഫസ്റ്റ് ചെറിയ ഇതിനെ കൊണ്ട് വലിയൊരു ഉപകാരം, ഞാൻ നമ്മളെ റീസെന്റ് ആയിട്ട് നമ്മളെ കസിന് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ബേബിനെ എടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ ഇതുണ്ടെങ്കിൽ ഭയങ്കര സേഫ് ആയിട്ട് പേടിക്കാൻ എടുക്കല്ലേ ഇവ. അതെ, ഇതെന്ത് രസാ, നല്ല രസമുണ്ട്. നൈസ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നീ വാ ഓരോന്നെടുക്ക്. ഇതെങ്ങോട്ടാണ് ആലോചിച്ചിരിക്കുന്നത്? ഞാനിങ്ങനെ നെക്സ്റ്റ് നമ്മുടെ ലൈഫില് എന്താ പറയാ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമ്മളോട് എന്താ പറയാ, കൊറേ ഫാമിലി മെമ്പേഴ്സ് ഉപദേശിച്ച കാര്യമാണ്. ഇതാണ് ഇനി നമ്മളെ ലൈഫ് കുറച്ച് കാലത്തേക്ക് എന്നുള്ളത്. അപ്പൊ ഇത് അടിപൊളിയായി. താങ്ക് യു. എന്താ അത്? ഇതാണ് ഇത് മറ്റേ ബെദർ, അതായത് ബേബിനെ കിടത്തുന്ന ബെദറിന്റെ, കണ്ടോ? ബെദറിന്റെ ഒരു എന്താ പറയാ, ഷീറ്റ് അല്ല, ഒരു പുതപ്പ് മാറ്റത്താണ്. നൈസ് ആയിക്കേ. അതായത് ലീക്ക് പുറത്തേക്ക് ആവാണ്ട് ബേബിന്റെ ക്യാപ്പ്. അടുത്ത് ഇതെന്താ? അത് വൈപ്സ് കാര്യങ്ങൾ, പാഡ് ഡിസ്പോസും കാര്യങ്ങളാ. അല്ല, ഇതെന്താ? ഇത് പാന്റിയാന്ന് തോന്നുന്നു. പാന്റീസാ? ഓക്കെ. ഇത് ഇതാട്ടോ,
ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാഡാണ് മോംസിന്. ഓക്കെ ഓക്കെ അങ്ങാണത്. അതെ അതെ. നെക്സ്റ്റ് എന്താ? തൊട്ടിലി. കയറ് വരെ. ഇതെന്താ എനിക്കിപ്പോ എന്താ മനസ്സിലായേ? ഇതൊരു സാധനം നമുക്ക് വാങ്ങിക്കണ്ട. വേണ്ട, എല്ലാ സാധനം ഉണ്ട് കേട്ടോ. കയറ് വരെ ഞാൻ തൊട്ടില് വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ തൊട്ടില് കിട്ടിയ നെറ്റും എല്ലാം ഉണ്ട്. അതെ. അടുത്ത് എന്താ? നൈറ്റ് ഞങ്ങൾക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സാ. ഇതെന്താ? എന്താ സാധനം? എന്താ നോക്കട്ടെ. ഇതെന്താ ഡ്രസ്സാണ് ഇപ്പൊ? ഇത് കുട്ടികൾക്കുള്ള ചെറുപ്പത്തിൽ ഇടുന്ന ഡ്രസ്സാന്ന് തോന്നുന്നു. ബാഗാന്ന് തോന്നുന്നു. എന്താ? ഫീഡിങ് ബ്ര. നൈസായിക്കേ. മാമൻ ഡോക്ടറിനുള്ള എന്തോ ഒരു സാധനമാണത്. ഇതും ഷീറ്റാണ്. ഉമ്മനെയും കുഞ്ഞിനെയും കാണുന്നുണ്ട്. അല്ല, ഇത് ഷീറ്റാണ്. വാട്ടർ പ്രൂഫ് ബേബി മാറ്റ്. മൂത്രമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മള് അല്ല അടിയിൽ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കിടത്തുന്ന. പിന്നെന്താ? ഇത് നൈറ്റിയാ. നൈറ്റി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമുക്ക്. ഒരു നമ്മളെ ബർത്ത്ഡേ കഴിഞ്ഞാൽ എന്തൊക്കെ വേണോ അതൊക്കെ ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച സാധനം. മറ്റേ ടൈറ്റ് ആക്കുന്ന വയറ്. ഇത് ആഫ്റ്റർ ഡെലിവറി കെട്ടുന്ന സാധനം. അബ്ഡോമിനൽ ബിൻഡർ. ശരിക്കും ഞാൻ വാങ്ങിക്കണം കാരണം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാ. അതെ. അപ്പൊ ഞാൻ ഇതൊക്കെ എന്റെ ലിസ്റ്റിലിട്ട സാധനം. നമ്മളെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ സാധനം നമുക്ക് വരുന്നുണ്ട്. എന്താ? ഇതെന്താ? ഇത് ന്യൂമോം സാനിറ്ററി പാഡാടി. അത് ന്യൂമോമിന്റെ സാനിറ്ററി പാഡാട്ടോ. എന്താ? ടവലാ? നാപ്കിൻസ്. ബേബിന്റെ നാപ്കിൻസ് ഗൈസ്. നമ്മൾ ഇതൊക്കെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ ഗൈസ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾ കളിയാക്കരുത്. ഇതൊന്നും അറിയില്ല. നമ്മളിതൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. ഇത് നമ്മള് അങ്ങനെ ബേബിനെ പൊതിക്കുന്ന സാധനമായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഈ പെട്ടിയിൽ ഇല്ലാത്ത സാധനം ഇല്ല കേട്ടോ. ഞാൻ അതിലാ ഭയങ്കര വണ്ടർ അടിച്ചു നിൽക്കുന്നത്. എത്ര സാധനങ്ങളാ! ബേബിന്റെ നഖംപെട്ടി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഇത് ബേബിന്റെ പാമ്പേഴ്സ് ആണ്. ഇത് മറ്റേ പാമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് മറ്റേ ജബിലെന്നു തോന്നുന്നു ഇതിന് പറയാ. എത്ര ഉണ്ട് നോക്കട്ടെ. 1 2 3 4 5 6 എണ്ണം. അപ്പൊ ഞങ്ങൾ വിചാരിക്കും അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇത്ര ഉള്ളൂന്ന് വിചാരിക്കും. പക്ഷെ നമ്മള് വണ്ടർ ആയിട്ടൊരു സാധനം ഉണ്ട്. ആ പെട്ടിയിലുണ്ട്. പെട്ടിയിലൊന്നും സാധനങ്ങളുണ്ട്. പൊട്ടിച്ചോക്ക്. അത് പൊട്ടിച്ചരാം. അപ്പൊ നമ്മുടെ ബോക്സിന് കുറച്ച് സാധനങ്ങളുണ്ട്, അതും കൂടി നോക്കല്ലേ. ഫസ്റ്റ് നമുക്ക് ഒരു ക്യൂട്ട് ബാഗ് ആട്ടോ. ആ ബാഗിൽ എന്തുണ്ടാവും? ഈ ബാഗിന്റെ ഉള്ളിൽ എല്ലാം തുറക്കുമ്പോ അങ്ങനെ എന്താണെന്നാ നല്ല അടിപൊളി ബാഗ്. നല്ല സ്പേഷ്യസ് ആയിട്ട്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടാ ഈ സൈഡിലൊക്കെ സിബൊക്കെ വരുന്നുണ്ട്. അവിടെ സൈഡിലും വരുന്നില്ല സിബ്. സൈഡില് സിബ് ഉണ്ട്, ഫ്രണ്ടില് സിബ് ഉണ്ട്. എല്ലാ ഭാഗത്തും സിബ് വരുന്നുണ്ടേ. ഇതെന്താ? അതോ? എന്താ? അത് തൽക്കാലം ഇവിടെ ഇങ്ങനെ വെക്കുന്ന പില്ലോ. പില്ലോ. വൈപ്സ്. പിന്നെ സെബാമെഡിന്റെ ക്രീം, ബോഡി ലോഷന്, സോപ്പ്. അതും അത്യാവശ്യമായ കാര്യാട്ടോ. ഇനി ഇതിലുള്ള എന്താ? വൈപ്സ്. അത് പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞു. പിന്നെ അതെന്താ? ക്യൂട്ടിന് ഏരിയ. ഇതോ? ഇത് മാമനെ കെയർ ചെയ്യുന്ന സാധനം, പൊതിയുന്നത്. അതെ. ഇത് ഡ്രസ്. ഫുട്ബോളൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ. പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അല്ലേ. അതിനെല്ലാം കാണിച്ചു കാരണം നമ്മള് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി എത്ര സാധനങ്ങൾ നമുക്ക് അയച്ചു തന്നത്. ഭയങ്കര ഹാപ്പി. നമ്മള് ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഗൈസ് എന്താ പറയാ, ഇത്രയും സാധനങ്ങൾ നമുക്ക് അയച്ചു തന്നത് എന്താ പറയാ, ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സാധനങ്ങൾ അല്ലേ. നമുക്ക് ഇനി ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഫുൾ ഐറ്റംസും ആ പേജിൽ നിന്ന് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ്. കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ ഇൻസ്റ്റാഗ്രാം ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ആ പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓരോ പെട്ടിയിൽ ഇങ്ങോട്ട് സാധനം അയക്കും. അതെ, ഫുള്ള് നല്ല ഒന്നും അറിയണ്ട, എന്തൊക്കെ വാങ്ങിക്കണം അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും ഇല്ല. എല്ലാം അതിലുണ്ടാവും. നല്ല ക്വാളിറ്റി സാധനങ്ങൾ, നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ ഇതില്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിലില്ലാത്തൊരു സാധനമില്ല. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവൂലേ എന്ത് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള സാധനം. ഇവക്ക് തന്നെ എന്താ പറയാ,
മൊത്തത്തിൽ എന്ത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ആശിക്കാരോട് എത്ര പ്രാവശ്യം ചോദിച്ചു, കാശി നമ്മളിപ്പോ എന്തൊക്കെ വാങ്ങിക്കാം, എന്തൊക്കെ വാങ്ങിക്കണം. ഓരോരുത്തർ വീഡിയോസിൽ ഇപ്പൊ ഹോസ്പിറ്റൽ ബാഗിലേക്ക് ആയാലും എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ എങ്ങനെ ഓരോന്ന് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിച്ചൊക്കെ വെക്കലാ. പക്ഷെ ഇതിപ്പോ കിട്ടിയപ്പം എന്താ പറയാ, ഇതിലിപ്പോ വാങ്ങിക്കേണ്ട എന്താന്നുള്ളത് ഇനി എന്താ ഉണ്ടോന്നുള്ളത് അറിയാം. ഇനി എന്തോ ഉള്ളത്, കാരണം അത്രയും നമുക്ക് സാധനങ്ങൾ ഇതിലുണ്ട്. ഇപ്പൊ നമുക്ക് തയ്ച്ചവർക്ക് അവരോട് ഭയങ്കര സന്തോഷം, സ്നേഹം മാത്രം അല്ലെ. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് പേജ് മറക്കണ്ട, കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ. അതെ, അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.